ഹലോ സാർ, ഒരു ഭ്രാന്തൻ MD കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം സ്വാമി. സ്വാമിയല്ല, മേനോൻ. നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ. കുറച്ച് വെള്ളം തരുമോ? ഇല്ല വേണ്ട, ഞാൻ എടുത്തോളാം. നോക്കണ്ട, കൊണ്ടുപോയിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഈ നിങ്ങളുടെ സെക്യൂരിറ്റിക്കാരന്. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് കൊടുക്കോ? പിന്നെ നല്ല പൊരിഞ്ഞ പിടിമലിയോ അല്ലായിരുന്നു. ഞാൻ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പ്യാരെന്ന് ചൊല്ലിനേൻ, വാച്ചുമാൻ കേട്ടതാ കോപിച്ചു, മേനോനെ പൊറുക്കണേ. അല്ല, താനാരാ? ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, MBA ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സെട്രാ എക്സെട്രാ. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതിവിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളിവിടെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറെ ഒരാളോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യാർ. കക്ഷി ഞാനാണ്. എന്താ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം. പ്ലീസ് ഹെൽപ്പ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ണി കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തൻ എന്റെ അച്ഛനാണോ? നീ എന്റെ അച്ഛനും പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലല്ലേ? മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കരുത്. ഫോണോടെ വെക്കാൻ. സാർ വിളിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. സൂര്യ ഗ്രൂപ്പിനാണ്. വയലന്റ് കേസ് വന്നു. എന്റെ അപ്പൂപ്പനാണോ? അതോ വഴിപോക്കനാ? വഴിപോക്കൻ എന്റെ അമ്മായി. ഒരു ഭ്രാന്തനാ. ഉടനെ എന്റെ അമ്മാവൻ കൊല്ലും ഞാൻ. ഞാൻ എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ? എന്നാ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് അയക്കും. ഗേറ്റിലാണ് സെക്യൂരിറ്റി, 4 ചുറ്റും വാച്ചർമാർ. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര. അകത്ത് നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ട് വെക്കുള്ളൂ. പിന്നെ ആംബുലൻസ് റെഡിയല്ലേ? ഹലോ, ഇന്ന് ബെഡൊന്നും ഒഴിവില്ല, തറയിൽ കിടക്കണം. റിലേറ്റീവ്സിന്റെ അഡ്രസ് ഡ്യൂട്ടി ഡോക്ടർ കൊടുക്കുക. നാളെ ഷോക്ക് അടിപ്പിക്കണം. ഷോക്കോ? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. അക്യൂട്ട് ഷിസോഫ്രീനിയ തനിക്ക്. വാട്ട് ഡു യു മീൻ? യെസ്, ഒരു തരം ഡിപ്രഷൻ സൈക്കോസിസ്. വയലന്റ് ആണ് ടൈപ്പാ. സൈലന്റ് ആയിക്കോളാം സിസ്റ്ററെ. ഡോക്ടർ ദയവ് തന്നെ ഷോക്ക് അടുപ്പിക്കരുത്. ഞാൻ പവർ ഗേറ്റിലെ GM ആയിരുന്നു. ഞാനൊരു MBA കാരനാണ് ഡോക്ടർ. MBBS എന്ന് പറയാഞ്ഞത് മഹാഭാഗ്യം. നാളെ പവർ തലേ കയറി കഴിയുമ്പോഴേ ഒക്കെ മാറിക്കിട്ടും. ഉറങ്ങാൻ മരുന്ന് കൊടുത്ത് എനിമയും വെച്ച് കിടത്തി. അയ്യോ, പാവം നല്ലൊരു ചെറുപ്പക്കാരൻ. ആന മയക്കടിച്ച് മയ്യത്തായതാ. നല്ല വാസന. ഇങ്ങോട്ട് ചാരി നിന്നോ. അനിയ, സിറ്റിയിൽ എന്നെ ഒന്ന് ഇറക്കി വിട്ടേക്കണേ. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ? നോൺസെൻസ്. നിങ്ങളൊക്കെ എവിടെ വായി നോക്കിയിരിക്കായിരുന്നു? സാർ, ഞങ്ങളാ പേഷ്യന്റിനെ വരാതെ നിർത്തിയിരിക്കായിരുന്നു. എന്നാ പിന്നെ റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നോ? എടോ,
ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത്. ക്ഷമിക്കണം സാർ. ഞാൻ ക്ഷമിച്ചാ പോരല്ലോ, ഇതിനാരും മറുപടി പറയും? എടോ, ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്തെറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കയറി രക്ഷപ്പെട്ടത്. അവനെ പ്രതിയാക്കില്ലേ നിങ്ങൾ കുടുങ്ങും. ഇനി അവനെ പിടികൂടിയിട്ട് നിങ്ങൾ ജോലി കയറിയാൽ മതി. അതുവരേക്കും യു ആർ അണ്ടർ സസ്പെൻഷൻ. സാറന്മാരെ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? കണ്ടാൽ അറിയില്ലേ? അയ്യോ, ഞാൻ ഭ്രാന്തനല്ല. ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാൽ ഞാൻ മുഴു ഭ്രാന്തനായി പോകും. നിനക്ക് എന്ത് പണിയാണ്? എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാല് പിടിക്കാം സാർ. നമുക്ക് നല്ല ഒറിജിനൽ കൂർക്ക കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖമൊന്നും ഒരു കൂർക്കയ്ക്ക് ചേർന്നല്ല. എന്റെ മുഖം കൂർക്കയ്ക്ക് പറ്റിയതാണ് സാർ. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സാബ് സാബ്, अरे लोगों, बाहर आ जाओ. इस देश और घर को रक्षा करने के लिए राम सिंह गुरखा आया है. जबलपुर, जयपुर, जामशेदपुर, कोलालमपुर, करीपुर, राजकपुर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ. सब लूटा की होश में ये तो क्या किया. नमस्कार साहब. നമസ്കാരം. इधर काम के लिए जगह काली है. ये जानकर मैं नेपाल से आया हूँ. എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. मैं नेपाल वाला राम सिंह हूँ. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ഛായ. തനിക്ക് മലയാളം പറയുന്നു. थोड़ा थोड़ा मालूम. एक मलयाली नायर के एक नेपाली लड़की ഉണ്ടായതാണ് ഞാൻ. ക്രോസ. मगर अभ्यास में अव्वल नस्ल का हूँ. खिलाड़ियों का खिलाड़ियों हूँ मैं. देख लो साहब. 1 2 3 4 5 6 7 8 9 अरे भगवान, ഇതൊക്കെ ചെയ്യാനുള്ള ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല. मैं राम सिंह गुरखा हूँ. മേനൻ സാർ, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. चोरों को एक ही नजर में मुझे जानता हूँ. എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. ചോട്ടോ, चोर എന്താ താൻ കള്ളനാണെന്ന ഇയാള് വീണ്ടും പറയുന്നത്. ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപ കണക്ക് എഴുതാൻ മറന്നു വെച്ച് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണ് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. शुक्रिया साहब. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്നാ. രമേശ് നമ്പ്യാരുടെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ആ ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവനിന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. हाय अंकल, हाउ आर यू? മിസ്റ്റർ രമേശ് നമ്പ്യാർ. क्या साहब? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? कुछ नहीं साहब. തന്നോടല്ലോ ഒന്ന് പോയേ. ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ, രാം സിംഗ്, രാം സിംഗ്. ഓക്കേ, നോ നോ നോ, ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. ഐ വിൽ സ്റ്റേ ഇൻ യുവർ ഹൗസ്. ഗുഡ്. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൻ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ശരി. ഇവിടെ മേനെ സാർ, വരുന്ന 7-ാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു. താൻ പോയി റിസീവ് ചെയ്യണം.